മുൻ സർക്കാരിനെതിരെ CAG ദുരിതാശ്വാസ നിധി വകമാറ്റി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ മുൻ LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും കൈവച്ചെന്ന് CAG കണ്ടെത്തൽ. ഇതിൽ നിന്നും 262 കോടി രൂപ വകമാറ്റി പൊതു ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വച്ച 2024-2025 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയത്. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്കടക്കം ദുരിതാശ്വാസം ലഭ്യമാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഉൾപ്പെടെ പിരിച്ചെടുക്കുന്നതാണ് ദുരിതാശ്വാസ നിധി. ഇത് മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പാടില്ല. വകമാറ്റിയത് ക്രമരഹിതമായ നടപടിയാണ്. സർക്കാർ നടപടി ഉത്തരവാദിത്വത്തിൻ്റെയും സാമ്പത്തിക ഔചിത്യത്തിൻ്റെയും ഗുരുതരമായ ലംഘനമെന്നും CAG വ്യക്തമാക്കി. അതേസമയം ധനക്കമ്മിയും റവന്യൂ കമ്മിയും കുറച്ചു കാണിക്കാനുള്ള സാങ്കേതിക നടപടിയുടെ ഭാഗമായാണ് ട്രഷറിയിൽ നിക്ഷേപിച്ചതെന്നാണ് മുൻ സർക്കാർ CAGയോട് വിശദീകരിച്ചത്. തുക തിരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിയിരുന്നുവെന്നും വ്യക്തമാക്കി. എന്നാൽ CAG ഇത് അംഗീകരിച്ചില്ല. കൂടാതെ KSEBയുടെ നഷ്ടം നികത്താനുള്ള 494 കോടി, വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക തീർക്കാനുള്ള 719 കോടി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് സംഭരണ വില നൽകാനുള്ള 551 കോടി എന്നിവയും വകമാറ്റിയെന്നും CAG സംസ്ഥാനത്തെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണ് വകമാറ്റലിന് ഇടയാക്കിയതെന്നും പരാമർശമുണ്ട്. വരുമാനം കൂടുന്നതിനേക്കാൾ അധികം തോതിൽ കടം പെരുകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നതെന്ന് CAG. കിഫ്ബിയും സാമൂഹിക സുരക്ഷാ ഫണ്ടും ഉണ്ടാക്കുന്ന അധിക ബാധ്യത, കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിച്ച തുക കിട്ടാതിരുന്നത്, ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നിവയും പ്രതിസന്ധി രൂക്ഷമാക്കി. സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദനം വളരുന്നത് 9.97%. എന്നാൽ കടം പെരുകുന്നത് 11.34%. സർക്കാരിൻ്റെ തനത് വരുമാനം കൂടുന്നത് 1% താഴെ, അതായത് 0.31% മാത്രം. നിലവിൽ 12.48 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദനം. കടം 4.90 ലക്ഷം കോടി.